ഇന്ന് അവതരിപ്പിച്ച 2026-27 സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബജറ്റ് തികച്ചും ദിശാബോധമുള്ള ഒരു ബജറ്റ് തന്നെയാണ്. കേരളത്തിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു ബജറ്റാണിത്. ഇതിൽ ഇൻവെസ്റ്റ് കേരള, കേരളത്തിൻ്റെ വികസനമായി ലക്ഷ്യമാക്കി ഇൻവെസ്റ്റ് കേരള എന്ന് പറയുന്നൊരു പദ്ധതി, അത് തികച്ചും സ്വകാര്യ നിക്ഷേപത്തെയും പ്രവാസി നിക്ഷേപത്തെയും പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു സമഗ്ര പദ്ധതി തന്നെയാണ് ഇൻവെസ്റ്റ് കേരള എന്ന് പറയുന്ന ആ പദ്ധതി. അതേപോലെ തന്നെ വിഷൻ സമുദ്ര, കേരളത്തെ ഒരു തുറമുഖ നഗരമായി പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടി ഒരു മാരിടൈം പോളിസി തന്നെ നടപ്പാക്കുന്നതോടുകൂടി കേരളത്തെ ലോകത്തിന് മുമ്പിൽ ഒരു ബ്രാൻഡ് ഇമേജോടുകൂടി തുറന്നു കാണിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ ബജറ്റിൽ എടുത്തു പറയേണ്ട ഒന്നാണ്, ചെറുകിടക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി 10,000 MSME യൂണിറ്റുകൾ നടപ്പാക്കും. അതിനു വേണ്ടി ഒരു MSME ഗ്രോത്ത് സ്കീം തന്നെ ഗവൺമെൻറ് ഈ ബജറ്റിലൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനു പുറമെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സാധാരണക്കാർ ഏറ്റവും അനുഭവിക്കുന്ന ഒന്നാണ് അവരെ ബാധിച്ച ചികിത്സാ ചെലവ്. ഈ ബാധിച്ച ചികിത്സാ ചെലവ് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ പേരിൽ 25 ലക്ഷം വരെ കിട്ടാവുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതി ഈ ബജറ്റിലൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് തികച്ചും സ്വാഗതാർഹം തന്നെയാണ്. അതേപോലെ ഒരു സംസ്ഥാനത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് എപ്പോഴും വ്യവസായത്തിൻ്റെ വികസനം, പ്രധാനമായിട്ടും വ്യവസായത്തിൻ്റെ വികസനം തന്നെയാണ്. അങ്ങനെ ആ വ്യവസായത്തിന് ഭൂമി ലഭ്യമാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഒരു ലാൻഡ് ബാങ്ക് പദ്ധതി തന്നെ തയ്യാറാക്കുന്നുണ്ട്. അതിലൂടെ വ്യവസായങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും പുതിയ വ്യവസായങ്ങൾ കണ്ടെത്താനും അതിലൂടെ തൊഴിൽ സൃഷ്ടിക്കും അത് കാരണമാവും. അങ്ങനെ ഒരു സമഗ്ര ഒരു പുരോഗമനത്തിൻ്റെ ഒരു ബജറ്റ് തന്നെയാണ് ഇന്ന് അവതരിപ്പിച്ച കേരള ബജറ്റ്. അതിനു പുറമെ മലബാറിനെ സംബന്ധിച്ചിടത്തോളം ലോകോത്തര നിലവാരമുള്ള ഒരു സ്റ്റേഡിയം മലബാറിൽ ഈ ബജറ്റിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ കോഴിക്കോട് ലൈറ്റ് മെട്രോ, തിരുവനന്തപുരത്തെ പോലെ തന്നെ കോഴിക്കോട് ഒരു ലൈറ്റ് മെട്രോ പദ്ധതി ഈ പ്രഖ്യാപനം ഈ ബജറ്റിലുണ്ട്. അതേപോലെ തന്നെ യശസ്വരീനായ സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ പേരിൽ ഒരു കൾച്ചറൽ പാർക്ക്, അത് തികച്ചും ഒരു സാംസ്കാരിക ലോകത്തിന് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അതിനപ്പുറം വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇവിടെ ഏറ്റവും കേരളത്തിൽ അഭിമുഖീകരിക്കുന്ന ഒന്നാണ് ഈ തൊഴിലില്ലായ്മ. ഈ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു ഗ്ലോബൽ വാച്ച് ടവർ, തൊഴിൽ സൃഷ്ടിക്കായിട്ട് ഗ്ലോബൽ വാച്ച് ടവർ എന്ന സ്കീം ഈ പദ്ധതിയിലൂടെ നടപ്പാക്കുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ പൊതുവികസനമായിട്ടുള്ള എയർപോർട്ട്, 4 എയർപോർട്ടുകൾക്കായിട്ട് 400 കോടി അത് വകയിരുത്തുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ വ്യവസായ നാഗരിക വികസനത്തിന് തീർച്ചയായിട്ടും അതാക്കം കൂട്ടും. അതിന് പുറമെ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം എയർപോർട്ടിലേക്കുള്ള ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു എയർപോർട്ടിലേക്ക് ഒരു എലിവേറ്റഡ് ഹൈവേ സാധ്യതാ പഠനം, അത് തികച്ചും സ്വാഗതാർഹമാണ്. അത് ഇന്ന് നാം അനുഭവിക്കുന്ന എയർപോർട്ടിലേക്കുള്ള നിരന്തരം പല കാലിക്കറ്റ് ചേംബറിനെ പോലുള്ള പല സംഘടനകളും ആവശ്യപ്പെടുന്നത് പോലെ ഒരു എലിവേറ്റഡ് ഹൈവേ തികച്ചും അത് സ്വാഗതാർഹം തന്നെയാണ്. ചുരുക്കത്തിൽ ഇത് തികച്ചും ഒരു സമഗ്ര വികസനത്തിൻ്റെയും ഒരു ലക്ഷ്യബോധമുള്ള ഒരു ബജറ്റാണിത്. ഈ ബജറ്റ് യഥാവിധി നടപ്പാക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഒരു പുതുമുഖം തന്നെ, ഒരു ന്യൂ ഫേസ് തന്നെ കേരളത്തിന് ലഭിക്കും. അതോടുകൂടി കേരളത്തിൻ്റെ ആ ബ്രാൻഡ് ഇമേജ് ലോകത്ത് തന്നെ ഉയർത്തി കാണിക്കാനും പുതിയ നിക്ഷേപകരെ ആകർഷിക്കാനും ഈ ബജറ്റോടുകൂടി കഴിയും. ഈ ബജറ്റ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയോ അതിലെ അപാകതകൾ പരിഹരിക്കലോ ഒന്നുമല്ല. ഇത് ഒരു പ്രൊഫഷണലി വെൽ സ്റ്റഡീഡ് ബഡ്ജറ്റാണ്. അത് പ്രായോഗികമായിട്ട് അത് നിങ്ങൾക്ക് നോക്കിക്കാണാനറിയും. ഓരോ പദ്ധതിയിലേക്കും നീക്കി വെച്ച ക്യാഷുകളെല്ലാം അത് ആവശ്യമുള്ള രീതിയിലാണ്, അതല്ലാതെ എക്സാജറേറ്റഡ് എമൗണ്ടുകളല്ല. അപ്പോൾ അതൊക്കെ നല്ല ഓരോ പോയിന്റ്സും ഈ വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. ഇപ്പോൾ ചെറുതാണെങ്കിൽ ചെറുതാനം പറയുകയാണെങ്കിൽ
ജെൻസി ഇപ്പോൾ ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു തലമുറയാണ് ജെൻസി എന്ന് പറയുന്നത്. ഈ ജെൻസി കൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്. അപ്പോൾ ഒരു പോസിറ്റീവ് വശം ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഇവർക്ക് സ്റ്റാർട്ടപ്പ് പദ്ധതി ഇതിൽ നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പുതിയ മുഖം തന്നെയാണ്, ഒരു വ്യത്യസ്തമായ ഒരു ബഡ്ജറ്റാണിത്. വളരെ പ്രായോഗികവും അതേപോലെ തന്നെ ഒരു വികസനോന്മുഖവുമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് തന്നെയാണിത്.